സായിരാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആരണ്യകാണ്ഡത്തിൽ പഞ്ചവടി ഭാഗം 11. പഞ്ചവടിയിലാണ് ഇനി അവർ താമസിക്കാൻ പോകുന്നത് അല്ലേ? പഞ്ചവടിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഭീമാകാരനായ ഒരു പക്ഷി അതിൻ്റെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, രാക്ഷസനായിരിക്കും ലക്ഷ്മണ, നമുക്കിതിനെ കൊന്നുകളയാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പക്ഷി പറഞ്ഞു, ഞാൻ രാക്ഷസനല്ല, എൻ്റെ പേര് ജടായു എന്നാണ്, ഞാനൊരു കഴുകനാണ്, ഞാൻ ദശരഥ മഹാരാജാവിൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്ഛൻ്റെ സുഹൃത്തായ പക്ഷിയാണ് എന്ന് കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രന് വളരെ സന്തോഷമായി. അദ്ദേഹം ചെന്ന് ആ പക്ഷിയെ ആലിംഗനം ചെയ്തിട്ട്, പഞ്ചവടിയിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന പർണശാലയ്ക്ക് അടുത്ത് തന്നെ അങ്ങ് താമസിച്ചുകൊള്ളൂ എന്ന് അനുവാദം നൽകി. എന്തിനാണ്? ഭഗവാൻ ശ്രീരാമചന്ദ്രന് ഭാവിയിൽ ജടായു എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. ഭഗവാൻ അന്തര്യാമിയാണ്, സർവവും അറിയുന്ന സർവജ്ഞനല്ലേ. അതുകൊണ്ട് ജടായു എങ്ങനെയാണ് സഹായിക്കാൻ പോകുന്നതെന്ന് അറിയുന്നത് കൊണ്ട് പർണശാലയ്ക്ക് അടുത്ത് തന്നെ താമസിച്ചുകൊള്ളാൻ സമ്മതിച്ചത്. പഞ്ചവടിയുടെ സമീപത്ത് ശുദ്ധജലം ലഭിക്കുന്ന ഗോമതി നദി അങ്ങനെ കളകളാരവം പൊഴിച്ചുകൊണ്ട് അങ്ങനെ ഒഴുകുന്നുണ്ട്. സമീപത്താണെങ്കിൽ ഒരുപാട് ഫലവൃക്ഷങ്ങളുണ്ട്. എത്ര കാലം കഴിച്ചാലും തീരാത്തത്ര ഫലങ്ങളുള്ള ഫലവൃക്ഷങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രൻ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് മനോഹരമായ ഒരു പർണശാല തീർത്തു. എന്നിട്ട് ഗോമതി നദിയിൽ പോയി വെള്ളം കൊണ്ടുവരിക, ഫലമൂലങ്ങൾ കൊണ്ടുവന്ന് ശ്രീരാമദേവന് നൽകുക, പൂജയ്ക്ക് ആവശ്യമായ പുഷ്പങ്ങൾ നൽകുക, എല്ലാ സേവനങ്ങളും, പർണശാലയൊക്കെ വൃത്തിയാക്കുക, ഇങ്ങനെ എല്ലാ സേവനങ്ങളും ലക്ഷ്മണൻ തന്നെയാണ് ചെയ്യുന്നത്. ശ്രീരാമ സേവനമായിരുന്നു ലക്ഷ്മണന്റെ ജീവിതവ്രതം. മനസ്സിലായില്ലേ? അപ്പൊ അവര് 3 പേര് എങ്ങനെയാ പോവുക? സീതയെ നടുവിൽ നിർത്തി അവര് കാട്ടിലൂടെ സഞ്ചരിക്കും, നദിയിൽ പോയി കുളിച്ചിട്ടൊക്കെ വരും, തിരിച്ചു വരുമ്പോൾ കുടിക്കാൻ ആവശ്യമുള്ള വെള്ളം കൊണ്ടുവരും. അങ്ങനെ സന്തോഷമായിട്ട് അവരെങ്ങനെ അവിടെ കഴിയുകയായിരുന്നു. ഒരു ദിവസം ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, അങ്ങ് ആരാണ് എന്നെനിക്കറിയാം. അങ്ങ് സർവജ്ഞനായ ഭഗവാൻ നാരായണൻ തന്നെയല്ലേ. അതുകൊണ്ട് എനിക്ക് തത്വോപദേശം നൽകണം. എനിക്ക് എൻ്റെ അറിവ് വർദ്ധിപ്പിക്കുവാനുള്ള ഉപദേശങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ സന്തോഷത്തോടുകൂടി ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുക്കുന്ന ഉപദേശങ്ങൾക്കാണ് രാമഗീത എന്ന് പറയുന്നത്. ലക്ഷ്മണോപദേശം, അതിന് രാമഗീത എന്ന് പറയും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവണന്റെ സഹോദരി രാക്ഷസിയായ ശൂർപ്പണഖ അതിലേ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സുന്ദരനായ ലക്ഷ്മണൻ അവിടെ ഒരു ചെടിയുടെ അടുത്തിരുന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ ശൂർപ്പണയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ത് സുന്ദരനായ പുരുഷൻ, ഇവനോട് എന്നെ കല്യാണം കഴിക്കാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ശൂർപ്പണഖ സുന്ദരിയായ ഒരു യുവതിയുടെ വേഷം മാറി. ഭയങ്കര മായാവികളല്ലേ രാക്ഷസന്മാര്, അവർക്ക് വേഷം മാറാനൊന്നും ഒരു പ്രയാസമില്ല. സുന്ദരിയായൊരു രൂപം ധരിച്ചുകൊണ്ട് ലക്ഷ്മണനോട് പറഞ്ഞു, എന്നെ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീരാമൻ സീതയും ആ സമയത്ത് പർണശാലയിൽ നിന്നിറങ്ങി ലക്ഷ്മണന്റെ അടുത്തേക്ക് വരികയായിരുന്നു. നോക്കിയപ്പോൾ അതിസുന്ദരനായൊരു പുരുഷനും അതിനേക്കാൾ സുന്ദരിയായൊരു യുവതിയും നടന്നു വരുന്നത് ശൂർപ്പണഖ കണ്ടു. അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠനാണ് വരുന്നത്, ജ്യേഷ്ഠൻ ഇരിക്കെ ഞാനിങ്ങനെ വിവാഹം കഴിക്കുക, ജ്യേഷ്ഠനോട് പറയൂ എന്ന് പറഞ്ഞു. വേഗം ശൂർപ്പണഖ ശ്രീരാമനോട് പറഞ്ഞു, എന്നെ വിവാഹം കഴിക്കണം. ശ്രീരാമൻ പറഞ്ഞു, കണ്ടില്ലേ, എനിക്ക് ഏകപത്നി വ്രതക്കാരന്, ഞാൻ ഒരു പത്നി എനിക്ക് ഓൾറെഡി ഉണ്ടല്ലോ, നീ വേറൊരു പത്നിയെ വിവാഹം ചെയ്യാനൊന്നും പറ്റില്ല, അതുകൊണ്ട് നീ എൻ്റെ അനിയനോട് തന്നെ പറയൂ. അപ്പൊ ലക്ഷ്മണൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. ലക്ഷ്മണൻ പറഞ്ഞു, ശ്രീരാമനോട് പറയൂ. ശ്രീരാമനും പറയൂ, ലക്ഷ്മണനോട് പറയും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിച്ചിട്ട് ശൂർപ്പണയ്ക്ക് ക്ഷമ നശിച്ചു. അപ്പൊ പറഞ്ഞു, ഈ സ്ത്രീ അടുത്തുള്ളത് കൊണ്ടല്ലേ ഇവരെന്നെ വിവാഹം കഴിക്കാത്തത്, എന്നാൽ ഇവളെ തന്നെ പിടിച്ച് തിന്നുകളയാം, ഇവളെ കൊന്നുകളയാം എന്ന് പറഞ്ഞുകൊണ്ട് രാക്ഷസ രൂപിണിയായി മാറും. സ്വന്തം രൂപം തന്നെ എടുത്ത് സീതയെ പിടിക്കാനായിട്ട് ഒരുങ്ങും. അത് കണ്ടപ്പോൾ ലക്ഷ്മണന് ദേഷ്യം വന്നിട്ട് ലക്ഷ്മണൻ എന്ത് ചെയ്തു? വാളെടുത്ത് അവളുടെ മൂക്കും 2 കാതുകളും പെട്ടെന്ന് തന്നെ അറുത്ത് കളഞ്ഞു.
അപ്പൊ ഘോരരൂപിയായ ശൂർപ്പണഖയുടെ ശരീരത്തൂടെ രക്തം ഒഴുകുന്ന കണ്ടപ്പോ ഒരു ചോര നദി ഒഴുകുന്നത് പോലെയാണ് തോന്നിയത്. അപ്പൊ അവൾ പറഞ്ഞു, നീ എന്നെ ഉപദ്രവിച്ചു ഇല്ലേ, നോക്കിക്കോ, അതിന് പകരം ചോദിക്കാതെ ഞാൻ അടങ്ങിയിരിക്കില്ല. എൻ്റെ സഹോദരന്മാര് ഖരനും ദൂഷണനും ഇവിടെ തന്നെ അടുത്തുണ്ട്. ഞാൻ ഇപ്പൊ അവരെ കൊണ്ടുവന്നിട്ട് നിങ്ങളെ ഉന്മൂലനാശം ചെയ്യും, നോക്കിക്കോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് പോയി. ആ സമയത്ത് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഇനി ഇപ്പൊ രാക്ഷസന്മാരുടെ ആക്രമണം ഉണ്ടാകും, അതുകൊണ്ട് സീതയെ അതിന് സാക്ഷിയാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, ഇവരെ നേരിടാൻ ഞാൻ മാത്രം മതി, ലക്ഷ്മണന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ദൂരെ ഒരു ഗുഹയ്ക്കുള്ളിൽ സീതാദേവിയെ ഒളിച്ചിരുത്തിക്കൊണ്ട് ലക്ഷ്മണൻ അവിടെ കാവൽ നിൽക്കുക. പെട്ടെന്ന് തന്നെ വരുന്ന രാക്ഷസന്മാരെ ഞാൻ കൊന്നുകൊള്ളാം എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ കുറച്ച് രാക്ഷസന്മാരൊന്നും അല്ല വരുന്നത്. ശൂർപ്പണഖ മുന്നിലും പുറകില് ഖരനും ദൂഷണനും അവളുടെ സഹോദരന്മാരും 14,000 രാക്ഷസന്മാരും ഒരു വലിയ പടയായിട്ടാണ് വരുന്നത്. അവര് വന്നപ്പോഴത്തേക്കും ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു? ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യുകയാണേ. യുദ്ധം ചെയ്യുമ്പോൾ രാക്ഷസന്മാർക്ക് എന്താണ് തോന്നുന്നത്? ശ്രീരാമൻ ഓരോരുത്തരുടെ വേഷത്തിലും അവരുടെ കൂടെ യുദ്ധം ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നും. അതായത് എത്ര രാക്ഷസന്മാരുണ്ടോ അത്രയും ശ്രീരാമന്മാരും ഉള്ളതായിട്ട് അവർക്ക് തോന്നും. അപ്പം ഞങ്ങളുടെ അടുത്താണ് ശ്രീരാമൻ യുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് 3.25 നാഴിക കൊണ്ട്, അതായത് ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് രാമദേവൻ ഒറ്റയ്ക്ക് ആ 14,000 രാക്ഷസന്മാരെയും ഖരദൂഷണന്മാരെയും വധിച്ചു കളഞ്ഞു. അങ്ങനെ പക്ഷേ ഭഗവാന്റെ കൈകൾ കൊണ്ട് വധിക്കപ്പെട്ടത് കൊണ്ട് എന്തുണ്ടായി? ഈ രാക്ഷസന്മാർക്ക് എല്ലാവർക്കും മോക്ഷം ലഭിക്കും, അവരെല്ലാവരും സ്വർഗത്തിലേക്ക് പോകും. രാക്ഷസന്മാരെ നിഗ്രഹിച്ചപ്പോ മുനിമാർക്ക് വളരെ സന്തോഷമായി. അവര് ആ അന്ധകാരണത്തിലുണ്ടായിരുന്ന എല്ലാ രാക്ഷസന്മാരെയും കൊന്നുകളഞ്ഞ ശ്രീരാമനോട് അത്യധികമായ സ്നേഹവും ആദരവും ഉണ്ടായിട്ട് അവര് ശ്രീരാമന് വളരെ ദിവ്യമായ ഒരു മോതിരവും സീതാദേവിക്ക് ഒരു ചൂടാമണി, അതായത് തലയിൽ അണിയുന്ന ഒരു പൂവാണ്, സ്വർണത്തിലുള്ള ഒരു പൂവാണ് ചൂടാമണി എന്ന് പറയുന്നത്, അതും ലക്ഷ്മണന് യുദ്ധസമയത്തൊക്കെ ഇടാനായിട്ട് ഒരു കവചവും അവരുടേതായിട്ട് നൽകും, സമ്മാനമായിട്ട് നൽകി. അപ്പോഴാണ് ശ്രീരാമൻ പറഞ്ഞു, ഇനിയിപ്പോൾ രാവണന്റെ വരവുണ്ടാകും. അതായത് ശൂർപ്പണഖ അടങ്ങിയിരിക്കില്ല, നേരെ ലങ്കയിൽ ചെന്ന് രാവണനോട് പറയും. അതുകൊണ്ട് ശ്രീരാമൻ എന്ത് ചെയ്തു എന്നറിയാമോ? ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, നീ പോയിട്ട് ധാരാളം ഫലമൂലാദികൾ ശേഖരിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. ശ്രീരാമൻ എന്ത് പറഞ്ഞാലും ഉടൻ തന്നെ അനുസരിക്കുക എന്നതാണ് ലക്ഷ്മണന്റെ സ്വഭാവം. ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കില്ല, എന്തിനാ ചേട്ടാന്നൊന്നും ചോദിക്കില്ല, ഉടൻ തന്നെ ലക്ഷ്മണൻ ഫലമൂലാദികൾ കൊണ്ടുവരാനായിട്ട് പോയി. ആ സമയത്ത് മഹാലക്ഷ്മിയായ സീതാദേവിയോട് ഭഗവാൻ പറഞ്ഞു, ദേവി, നീ ഇപ്പോ രാവണന്റെ വരവുണ്ടാവും, രാവണൻ വന്ന് സീതാദേവിയെ കട്ടുകൊണ്ട് പോകണം. അങ്ങനെ സീതാദേവിയാണ് രാവണന്റെ വധത്തിന് കാരണക്കാരിയാകേണ്ടത്. മഹാലക്ഷ്മി സീതാദേവിയായിട്ട് അവതരിച്ചത് തന്നെ രാവണവധത്തിന് കാരണക്കാരിയാകാനായിട്ടാണ്. അതുകൊണ്ട് ദേവി ഒരു കാര്യം ചെയ്തു, അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കുക. അതിനുശേഷം മായാസീതയെ, അതുപോലെ സീതയെ പോലെ തന്നെ കണ്ടാലിരിക്കുന്ന സീതാദേവിയെ പർണശാലയിൽ നിർത്തുക. ഈ വിവരം, മായാസീതയാണ് ഇവിടെയുള്ളത് എന്ന വിവരം ആരും, ലക്ഷ്മണൻ പോലും അറിയേണ്ടതില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് ശ്രീരാമചന്ദ്രനും സീതാദേവിയും അവരുടെ പ്ലാൻ ഇങ്ങനെ നടപ്പിലാക്കി. ദേവി അഗ്നിമണ്ഡലത്തിൽ ഒളിച്ചു, അവിടെ ഇരുന്നു. അവിടെ മായാസീത അവിടെ നിന്നു. ഈ സമയത്ത് ശൂർപ്പണഖ രക്താഭിഷിക്തയായിട്ട് ദേഹത്ത് മുഴുവൻ രക്തം ഒലിപ്പിച്ചുകൊണ്ട് രാവണന്റെ സദസ്സിൽ ചെന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, നീ എന്തൊരു മൂഢനാണ്, നീ അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, ജളനാണ്, കണ്ടില്ലേ എൻ്റെ ഖരദൂഷണന്മാരായ സഹോദരന്മാരെ എല്ലാം 14,000 രാക്ഷസന്മാരെയും 3.25 നാഴിക കൊണ്ട് ശ്രീരാമൻ ഒറ്റയ്ക്ക് നിന്ന് കൊന്നു. ആ ശ്രീരാമനെ പറ്റി നിനക്ക് എന്തറിയാം? എന്തൊരു വീരശൂര പരാക്രമിയാണ്, എന്തൊരു സൗന്ദര്യമാണ്. അത് സീതാദേവിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ പോലും എനിക്ക് പറ്റില്ല. ശ്രീരാമന്റെ അടുത്തുള്ള ലോകൈക സുന്ദരിയാണ് സീതാദേവി എന്നൊക്കെ പറഞ്ഞു.
അതപ്പോ ശ്രീരാമൻ ഈ ലോകൈക സുന്ദരിയായ ഒരു സ്ത്രീയുടെ കാര്യമൊക്കെ കേട്ടപ്പോ രാവണൻ ഭയങ്കര സ്ത്രീജിതനാണല്ലോ, എല്ലാവരുടെയും ഭാര്യമാരെയും പെൺകുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടു പോണ ആളാണല്ലോ. അപ്പൊ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ സീതാദേവിയെ കട്ടുകൊണ്ടുവരും, എന്റെ സ്വന്തമാക്കണം എന്ന് ക്ഷണിക്കും. മഹാദേവിയാണ്, മഹാലക്ഷ്മിയാണ്, അതൊക്കെ രാവണൻ മറന്നു പോകും. അതിനു വേണ്ടി ശൂർപ്പണഖടുത്ത് പറഞ്ഞു, നീ സഹോദരി നീ പേടിക്കണ്ട, ഞാൻ ഇപ്പോൾ തന്നെ വേണ്ടത് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ പറഞ്ഞു. മാരീചൻ എന്നത് രാവണന്റെ അമ്മയുടെ സഹോദരനാണ്. അപ്പോൾ മാരീചൻ എൻ്റെ അമ്മാവനാണ്. മാരീചൻ മായാവിയാണ്. മാരീചനെയാണ് വിശ്വാമിത്ര മഹർഷിയുടെ യാഗം മുടക്കാൻ വന്നപ്പോൾ ശ്രീരാമചന്ദ്രൻ ഓട്ടിച്ചതും ആ മാരീചനാണ് ശ്രീരാമചന്ദ്രനെ അഭയം പ്രാപിച്ചതും. അതേ മാരീചന്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് ആരെയും കൂട്ടാതെ രാത്രി സമയത്ത് രാവണൻ പോവുകയാണ്. മായാവിയായ മാരീചന്റെ അടുത്ത് ചെന്നു ഭാവി പരിപാടി തീരുമാനിക്കാനായിട്ട്. എങ്ങനെയാണ് ശ്രീരാമനെ നേരിടേണ്ടത്, എങ്ങനെയാണ് സീതാദേവിയെ അപഹരിക്കേണ്ടത്, എങ്ങനെയാണ് സ്വന്തമാക്കേണ്ടത് എന്നൊക്കെയുള്ള ദുഷ്ടത്തരമുള്ള ഒരുപാട് പരിപാടികൾ രാവണന്റെ മനസ്സിൽ വന്നു. അതൊക്കെ നടപ്പിലാക്കുവാനായിട്ടൊരു കൂട്ട് വേണം. അതിന് മായാവിയായ മാരീചൻ തന്നെയാണ് നല്ലത് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് രാവണൻ മാരീചന്റെ ഭവനത്തിലെത്തി. അതിനുശേഷം എന്തുണ്ടായി എന്ന് അമ്മ നാളെ പറഞ്ഞു തരാം. സായിരാം.